ലക്ഷം രൂപയ്ക്ക് എടുത്തെന്നാ പറഞ്ഞത്. എത്ര ലക്ഷം രൂപയ്ക്ക് എടുത്ത സാറേ പറഞ്ഞേ? യെസ്, 2 കോട്ടേജ് 45 ലക്ഷം രൂപയ്ക്ക് എടുത്തെന്നാ പറഞ്ഞത്. അപ്പം ഇപ്പൊ ആ കോട്ടേജിന്റെ റേറ്റ് എത്ര? 1,10,00,000 രൂപ. എത്രയാണ് ലാഭം? അപ്പൊ റീസെൽ വാല്യൂ ഇല്ലേ ഇവിടെ? താങ്ക് യു. മാത്രമല്ല ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അല്ലേ നമ്മുടെ വയനാട്ടിലേക്കുള്ള തുരങ്കപാത ഇന്നലെ 11 മണിക്ക് ഉദ്ഘാടനം ചെയ്യും. ഈ തുരങ്കപാത വരുമ്പോൾ കോഴിക്കോട് നിന്ന് വയനാട്ടിലേക്ക് 1.5 മണിക്കൂർ ലാഭം, അതായത് ഏകദേശം 3/4 മണിക്കൂർ കൊണ്ട് നമ്മുടെ സ്ഥലത്തേക്ക് എത്താൻ പറ്റും. മാത്രമല്ല ഈ പ്ലോട്ടിൻ്റെ ഫ്രണ്ടിലൂടെ ഒരു ഹൈവേ പോകുന്നത്. അപ്പോൾ ഇതൊരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് മാറുമ്പോൾ ഇപ്പോഴുള്ള വാല്യൂ അല്ല 10 കൊല്ലം കഴിയുമ്പോൾ. മാത്രമല്ല നമ്മുടെ കേരളം എന്ന് പറയുന്ന നമ്മുടെ സംസ്ഥാനം ടോട്ടൽ 96 ലക്ഷം ഏക്കർ. ഈ കേരളത്തിൽ ഇത് വിൽക്കാനായിട്ട് 10 ലക്ഷം ഏക്കർ മാത്രമേ ബാക്കിയുള്ളൂ. 10 കൊല്ലം കഴിയുമ്പോൾ സെന്റും സ്ക്വയർ ഫീറ്റും മാറിയിട്ട് സെന്റും ഏക്കർ മാറിയിട്ട് സ്ക്വയർ ഫീറ്റിലേക്ക് മാറും. അപ്പൊ എന്ത് പറ്റും? ഏകദേശം ഒരു 5 സെന്റ് എന്ന് പറയുന്നത് 2200 സ്ക്വയർ ഫീറ്റ് ആണ്. ഈ സ്ക്വയർ ഫീറ്റ് വിൽക്കുമ്പോൾ ഇത് 3 കോടിക്കോ 4 കോടിക്കോ സിമ്പിളായിട്ട് ഇത് വിറ്റഴിക്കാൻ പറ്റും. അതുകൊണ്ട് റീസെയിൽ വില കിട്ടുന്നതാണ് ലാൻഡ്. കാരണം ലാൻഡ് ഇനി ഇല്ല. ഇപ്പൊ തന്നെ കൊച്ചിയിൽ സ്ക്വയർ ഫീറ്റായി, ബാംഗ്ലൂര് സ്ക്വയർ ഫീറ്റായി, ബോംബെ, ഉത്തർപ്രദേശ്, ഇവിടൊക്കെ കാരണം ഭൂമിയില്ല. ഇതേപോലത്തെ ഡിമാൻഡ് ഉള്ള വസ്തുവാണ് ഭൂമി. ക്ലിയർ ആയ? യെസ്. ദ നെക്സ്റ്റ് പോയിന്റ്, പർപ്പസ് ക്ലാരിറ്റി. പർപ്പസ് ക്ലാരിറ്റി ടെസ്റ്റ്. അതായത് നമ്മളിത് വാങ്ങുന്നതിന് അല്ലെങ്കിൽ ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതിന്റെ ലക്ഷ്യം എന്താണ്? ഇത് ചെയ്താൽ നമുക്ക് ഇതിലൂടെ എന്ത് ലഭിക്കും? ഇത് എത്ര നാളാണ് നമുക്ക് ലഭിക്കുന്നത്? ഇനിത് എൻ്റെ കാലത്തേക്ക് മാത്രമാണോ? അങ്ങനെയാണോ? അതല്ല, ഇനി അതിന് തലമുറകളായി കൈമാറാൻ പറ്റുന്നതാണോ? തീർച്ചയായിട്ടും ഇവിടെ നമ്മുടെ ഈ ഒരു കോട്ടേജിനെ സംബന്ധിച്ചിടത്തോളം പറയുന്നത്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പർപ്പസ് ക്ലാരിറ്റി ടെസ്റ്റ് കറക്റ്റായിട്ട് അത് ചെയ്ത് നോക്കിക്കൊണ്ട് തന്നെയാണ്. അതായത് ഇവിടെ ലക്ഷ്യം എന്ന് പറയുന്നത്, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് 3 പെൺകുട്ടികളാണ്. അപ്പോൾ അവരുടെ ഭാവി സുരക്ഷിതമാക്കുക, എൻ്റെ ഫാമിലിയുടെ ഭാവി സുരക്ഷിതമാക്കുക എന്നൊരു ലക്ഷ്യമായിരുന്നു എൻ്റെ ഇവിടുത്തെ പർപ്പസ്. അതുകൊണ്ട് തന്നെയാണ് ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ നിന്ന് എൻ്റെ മരണം വരെ എനിക്ക് അതിൽ നിന്ന് ലഭിക്കും, റിട്ടേൺ കിട്ടിക്കൊണ്ടിരിക്കും. മാത്രമല്ല ലെഗസി, അതായത് എൻ്റെ മക്കൾക്കും കൈമാറ്റം ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് ഇതിൻ്റെ റിട്ടേൺസ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. യെസ്, വളരെ സന്തോഷം. അതായത് ഇവിടെ ഇവരുടെ മരണം വരെ ഇതിൽ നിന്നുള്ള പ്രോഫിറ്റ് ഇവർക്കും മരണശേഷം മക്കൾക്കും ഉണ്ട് എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. നെക്സ്റ്റ് വണ്ണാണ് റെഡ്യൂസ് ഓണർ ഡിപ്പെൻഡൻസി ടെസ്റ്റ്. ഇപ്പൊ നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു, ഇവിടെ പലർക്കും റെന്റ് കിട്ടിയ കാര്യം. നമ്മൾ ഇപ്പൊ ഈ ഒരു പ്രോജക്റ്റിനെ പറ്റി ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ ഓരോ വ്യക്തികളുടെ അടുക്കൽ ചെന്ന് പറയുന്ന സമയത്ത് ഓരോരുത്തരും പറയുന്നതാണ്, ഇത് വയനാട്ടിലല്ലേ, എനിക്ക് വയനാട്ടിൽ വരെ ഒന്ന് പോയിട്ട് ഇത് നോക്കി നടത്താൻ പറ്റത്തില്ല, ഇത് എങ്ങനെ ചെയ്യും, അല്ലെ ഒരാളെ നിർത്തണ്ടേ. ഇത് ഇങ്ങനെ ഒരു ആവശ്യം നമ്മളെ സംബന്ധിച്ചോടെ ഇവിടെ വിടുന്നില്ല. നമ്മൾ ഇവിടെ പോയില്ലെങ്കിൽ പോലും കൃത്യമായ വാടക നമ്മുടെ അക്കൗണ്ടിൽ വന്നു ചേരുന്നു, ഇല്ലേ? കിട്ടുന്നില്ലേ? കഴിഞ്ഞ മാസം 5-ാം തീയതി കൃത്യമായിട്ട് വാടക കൈ കിട്ടി ഒരുപാട് പേര് ഇരിപ്പുണ്ട്. ഈ മാസം കിട്ടി. യെസ്, ഈ മാസം കിട്ടി. കഴിഞ്ഞ മാസം സ്റ്റാർട്ട് ചെയ്തതെന്നാണ് പറഞ്ഞത്. ഈ മാസം കിട്ടി. 2 ദിവസം മുമ്പാണ് എൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ പോയില്ലെങ്കിലും നോക്കിയില്ലെങ്കിലും ഇപ്പൊ കോട്ടേജ് അവിടെ ആള് വരുന്നുണ്ടോ, അവിടെ ആൾക്കാർ താമസിക്കുന്നുണ്ടോ, കറക്റ്റായിട്ട് അവർക്ക് ഫുഡ് കിട്ടുന്നുണ്ടോ, അവർ കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ, അല്ലെങ്കിൽ നമ്മൾ പ്ലാന്റേഷൻ ആണ്, എന്താണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കി നമ്മൾ അവിടെ പോയി നോക്കി നടത്തിയില്ലെങ്കിൽ പോലും കൃത്യമായിട്ട് മാനേജ്മെന്റ് അത് ചെയ്തുകൊണ്ട് നമ്മുടെ എല്ലാ അക്കൗണ്ടിലേക്ക് നമുക്ക് വരുമാനം തരുന്നു. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഓക്കെ, ക്യാഷ് ഇമ്പാക്ട് ടെസ്റ്റ്. അതായത് നമുക്ക് ജോലിയുണ്ട്, നമ്മളെ ജീവിത നിലവാരം എന്ന് പറയുന്നത് ഒരു നോർമൽ ലൈഫ് ജീവിത നിലവാരത്തിലാണ് നമ്മളിന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മറിച്ച് നമ്മളിവിടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ റിട്ടേൺസ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം